നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റി ഡിഗ്രി സെക്കൻഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്, PG സെക്കൻഡ് സെമ്മ്, ഫോർത്ത് സെം പരീക്ഷകൾ തീർന്നു. PG ഫോർത്ത് സെമ്മിൻ്റെ വാലുവേഷൻ ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ജൂലൈ 26 ആരംഭിച്ചു. ഡിഗ്രി സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷകൾ ഓഗസ്റ്റ് 21 ആരംഭിക്കും. PG ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ജൂലൈ 30 ആരംഭിക്കും. PG സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നില്ല, ഓഗസ്റ്റ് ലാസ്റ്റിൽ പ്രതീക്ഷിക്കാം. ബാക്കി വാർത്തകൾ നോക്കാം. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. 1ാം വർഷ BEdൻ്റെ സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് ഒക്കെ വന്നായിരുന്നു. 1ാം വർഷ PG പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. MBA കോഴ്സിൻ്റെ 2ാം ഘട്ട പ്രവേശനം ഓൺലൈൻ അതിൻ്റെ ക്ഷണിച്ചിരുന്നു. 1ാം ഘട്ട ബിരുദ പ്രവേശനം വിദൂര വിദ്യാഭ്യാസ UG PG പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു. ജൂലൈ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഫോർത്ത് സെം ഡിഗ്രിയുടെ ചില പേപ്പറുകൾ ഇൻക്ലൂഡ് ചെയ്ത് ടൈം ടേബിൾ പുതുക്കിയിട്ടുണ്ട്. 1ാം വർഷ BEd പ്രവേശനത്തിൻ്റെ മാനേജ്മെൻറ്റ് കോട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ് ജൂലൈ 23, 24, 25 തീയതികളിൽ നടന്നു. UG 3ാം സെമസ്റ്ററിലേക്ക് ബിരുദ വിദ്യാർത്ഥികൾക്ക് കോളേജ് മാറ്റത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷാ ഫീസ് തീയതി നീട്ടി 2ാം സെമ്മിൻ്റെ ആയിരുന്നു. ജൂലൈ 27 വരെയാണ്. ജൂലൈ 29 വരെ 400 രൂപ പിഴയോടുകൂടി ഉണ്ട്. ടൈം ടേബിൾ 3ാം സെമസ്റ്റർ MBA, 2ാം സെമസ്റ്റർ BEd, അതേപോലെ തന്നെ BEd ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ഓഗസ്റ്റ് 21 ആരംഭിക്കുക. സൂക്ഷ്മ പരിശോധന. 1ാം വർഷ BEd പ്രവേശന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം വിദൂര വിദ്യാഭ്യാസം 1-2 സെമസ്റ്റർ BComൻ്റെ 2ാം സെമസ്റ്റർ MSW ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് PhD കോഴ്സ് വർക്കിൻ്റെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. ടൈം ടേബിൾ 2ാം സെമസ്റ്റർ BEdൻ്റെ PGയുടെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1 ക്ലാസ് തുടങ്ങും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 29 തീയതി വരും. 30, 31 കോളേജ് ജോയിനിങ്. FAUGPയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ട അതിൻ്റെ അഡ്മിഷന് 18-നും 19-നും ഇടയ്ക്കാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷന് 22-നും 24-നും ഇടയ്ക്കായിരുന്നു. പരീക്ഷാഫലം 2ാം സെമസ്റ്റർ MSc സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷൻ. സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. 1ാം വർഷ ബിരുദ പ്രവേശനത്തിൻ്റെ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. 1ാം വർഷ ബിരുദ പ്രവേശനം 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ബിരുദാനന്ത പ്രവേശന സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ്. 1ാം വർഷ ബിരുദാനന്ത ബിരുദം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 29 തീയതി വരും. പരീക്ഷാഫലം, പരീക്ഷാ വിജ്ഞാപനം, ടൈം ടേബിൾ, അഡ്മിഷൻ്റെ അപ്ഡേറ്റ്സ്, വിവിധ കാര്യങ്ങൾ പറഞ്ഞു. പരീക്ഷാഫലം 1-2 സെമസ്റ്റർ BBA BSc മാത്തമാറ്റിക്സ് വിദൂര വിദ്യാഭ്യാസം റിസൾട്ട് വന്നു. പരീക്ഷാ വിജ്ഞാപനം 1, 2, 3 സെമസ്റ്റർ MTech. ഓഗസ്റ്റ് ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ MCAയുടെ സൂക്ഷ്മ പരിശോധന 6ാം സെമസ്റ്റർ യൂണിറ്ററി LLB. ടൈം ടേബിൾ ഓഗസ്റ്റ് 21 ആരംഭിക്കുന്ന 3ാം സെമസ്റ്റർ LLM. ഓഗസ്റ്റ് 14 ആരംഭിക്കുന്ന 1ാം വർഷ BBA ആനുവൽ സ്കീം. 3ാം സെമസ്റ്റർ MBA ട്രാവൽ ആൻഡ് ടൂറിസം. പ്രൈവറ്റ് രജിസ്ട്രേഷൻ BA BCom തുടങ്ങിയവയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാഫലം 1-2 സെമസ്റ്റർ MA ഹിസ്റ്ററി വിദൂര വിദ്യാഭ്യാസം, 1ാം വർഷ BFA ഇൻ്റഗ്രേറ്റഡ്, 5ാം സെമസ്റ്റർ BTech കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 5ാം സെമസ്റ്റർ BTech. പരീക്ഷാ വിജ്ഞാപനം 2-3 സെമസ്റ്റർ MSW. ടൈം ടേബിൾ ഓഗസ്റ്റ് 30 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA BCom BBA LLBയുടെ നാഷണൽ കോളേജ് MSW ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ. ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. MG യൂണിവേഴ്സിറ്റി വാർത്തകൾ. ഓണേഴ്സ് ബിരുദത്തിന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ജൂലൈ 17 മുതൽ 19 വരെ അപേക്ഷിക്കാമായിരുന്നു. PG മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് മാറ്റമില്ല. PG ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ 18 തീയതി മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്.
ഒന്നാം സെമസ്റ്റർ CBSE പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ സബ് സെൻറ്ററുകൾ അനുവദിച്ചിരുന്നു. പ്രാക്ടിക്കൽ 5-ാം സെമസ്റ്റർ BSc ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്, 2-ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, 4-ാം സെമസ്റ്റർ BVOC. പരീക്ഷാഫലം സ്പോട്ട് അഡ്മിഷൻ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പസിലെയാണ് സ്പോട്ട് അഡ്മിഷൻ. നിങ്ങൾക്ക് കാണാം. MBA ക്ലാസ് 22-ാം തീയതി മുതൽ. പ്രാക്ടിക്കൽ 4-ാം സെമസ്റ്റർ CBSEൻ്റെ പ്രാക്ടിക്കൽ ആരംഭിച്ചു. വിവിധ വിഷയങ്ങളുടെ പരീക്ഷാഫലം. BEd 3-ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ക്ലാസ് 22-ാം തീയതി മുതൽ ആരംഭിച്ചു. PG പ്രത്യേക അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാം. വൈവ വോസി 4-ാം സെമസ്റ്റർ MSc ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചർ. പരീക്ഷാ തീയതി 4-ാം സെമസ്റ്റർ MA മ്യൂസിക് വോക്കലിൻ്റെ പ്രാക്ടിക്കൽ, വിവിധ സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ ഡേറ്റ്, സ്പോട്ട് അഡ്മിഷനുകൾ, വൈവ വോസി. പരീക്ഷാ തീയതി. വൈവ പരീക്ഷാഫലം 1-ാം സെമസ്റ്റർ PGയുടെ വിവിധ സബ്ജക്റ്റുകളുടെ റിസൾട്ടുകൾ വന്നു. വൈവ വോസി, പ്രാക്ടിക്കൽ, സ്പോട്ട് അഡ്മിഷന്, BEd പ്രത്യേക അലോട്ട്മെൻറ്റ്, പ്രാക്ടിക്കൽ, പരീക്ഷാഫലം, പരീക്ഷയ്ക്ക് അപേക്ഷിക്കാമെന്ന്, സ്പോട്ട് അഡ്മിഷൻ, പരീക്ഷാ തീയതി, പഞ്ചവത്സര BBA LLBയുടെ ഡിപ്ലോമ കോഴ്സ്, PG സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ, പ്രാക്ടിക്കൽ, പരീക്ഷാഫലം, സ്പോട്ട് അഡ്മിഷന്, വൈവ വോസി, പ്രാക്ടിക്കൽ, പരീക്ഷാഫലം, പരീക്ഷയ്ക്ക് അപേക്ഷിക്കാമെന്നു, വിവിധ സബ്ജക്റ്റുകൾ, പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് നമ്മൾ 10 ദിവസത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു, അത് ആ സ്പീഡിൽ പറഞ്ഞത്. നിങ്ങളത് മനസ്സിലാക്കുക. കോളേജ് പഠിക്കുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാത്ത കാര്യങ്ങൾ, അതായത് വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ അതേപോലെ തന്നെ വൈവയുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.